ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്ക്. കലോത്സവ ഡ്യൂട്ടിയുമായി KGMOയെ ഡോക്ടർമാർ സഹകരിക്കും. ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുമായി KGMOയെ ചർച്ച നടത്തി. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഭാരവാഹികൾക്ക് ഉറപ്പ് നൽകി. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, ഡോക്ടർമാർ നിസ്സഹകരണം പ്രഖ്യാപിച്ചിരുന്നതാണ്. അത് കലോത്സവത്തെ സാരമായി ബാധിക്കാനും ഇടയുണ്ടായിരുന്നു. അതിന് മുമ്പ് ഇത് സെറ്റിൽ ചെയ്യുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയത്? സൈഫുദ്ദീൻ, നമ്മളത് പ്രതീക്ഷിച്ചതാണ്. കലോത്സവത്തിന്റെ ആദ്യ ദിനം തന്നെ ചെറിയ തോതിൽ ഒരു കല്ലുകടിയായി വന്നത് ഈ ഡോക്ടർമാർ നിസ്സഹകരണം പ്രഖ്യാപിച്ചതാണ്. ഡോക്ടർമാർ നിസ്സഹകരണം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ പോലും അത് ഒരു തരത്തിലും കലോത്സവത്തെ ബാധിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും ആരോഗ്യവകുപ്പും ആവർത്തിച്ച് വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലോത്സവത്തിന്റെ എല്ലാ വേദികളിലും NHM ഡോക്ടർമാരെ ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമായ സേവനങ്ങൾ ഉറപ്പുവരുത്തും എന്നുള്ള കാര്യമാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നത്. ഈ പറയുന്ന KGMO ഡോക്ടർമാർ അവരുടെ സമ്മർദ്ദ തന്ത്രം പ്രയോഗിച്ച് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. എന്നാൽ അല്പസമയം മുമ്പാണ് ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഇപ്പോൾ KGMOയെ സംസ്ഥാന നേതൃത്വവുമായിട്ട് ആശയവിനിമയം നടത്തിയത്. ഈ ആശയവിനിമയം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കലോത്സവ ഡ്യൂട്ടിയുമായിട്ട് സഹകരിക്കാൻ തിരുവനന്തപുരം ജില്ലയിലുള്ള KGMOയെ സർക്കാർ ഡോക്ടർമാർ തയ്യാറായിട്ടുള്ളത്. ഇന്ന് തന്നെ കലോത്സവ ഡ്യൂട്ടിയുമായിട്ട് ഡോക്ടർമാർ പൂർണ്ണമായിട്ട് സഹകരിക്കും. ഒരു തരത്തിലും കലോത്സവ ഡ്യൂട്ടിയിൽ നിന്ന് നിസ്സഹകരണം ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടി ഡോക്ടർമാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്ക്, അതായത് കഴിഞ്ഞ സെപ്റ്റംബർ മാസം ആര്യനാടുണ്ടായിരുന്ന ഒരു സർക്കാർ ഡോക്ടർ സ്വകാര്യ പ്രാക്ടീസ് നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഈ ഡോക്ടർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിക്കുകയും പിന്നീട് ഈ KGMOയുടെ സമ്മർദ്ദത്തെ തുടർന്ന് സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ട് മറ്റൊരു ജില്ലയിലേക്ക് മാറ്റി നിയമനം നടത്തുകയുമാണ് ചെയ്തത്. അപ്പോൾ ആ മറ്റൊരു നിയമനം നടത്തിയത് പോലും KGMOയ്ക്ക് അത് എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പിനെ തുടർന്നാണ് വീണ്ടും ഇത്തരത്തിൽ നിസ്സഹകരണം തുടർന്നു പോന്നിരുന്നത്. ആ നിസ്സഹകരണമാണ് കലോത്സവത്തിലും ആദ്യ ദിനമേ ഒരു കല്ലുകടിയായിട്ട് ഉയർന്നു വന്നത്. എന്തായാലും ആ പ്രശ്നം ഇപ്പോൾ തുടക്കത്തിൽ തന്നെ പരിഹരിച്ചിട്ടുണ്ട്. എന്തായാലും ആ പ്രശ്നം പരിഹരിച്ചതോടുകൂടി എല്ലാ കലോത്സവ വേദികളിലും KGMO ഡോക്ടർമാരും NHM ഡോക്ടർമാരും ഉണ്ടാകും. അതിനുശേഷം ഈ പറയുന്ന ഡോക്ടർമാരുടെ KGMO ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഉറപ്പാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് സെക്രട്ടറി നൽകിയിരിക്കുന്നത്. അടുത്ത ആഴ്ച ആരോഗ്യമന്ത്രിയുമായിട്ടും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ടും ചർച്ച നടത്താമെന്നും ഉള്ള ഉറപ്പ് സെക്രട്ടറി ഇപ്പോൾ KGMOയെ നേതൃത്വത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. സൈഫുദ്ദീൻ. ശരി ഷിജോ.